ഹലോ എവരിവൺ, എം ബി ഗ്ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെമ്പേഴ്സ് ഫസ്റ്റ് കാറ്റഗറി ചെയ്യുന്ന വീഡിയോ ആണ്. എഗെയിൻ എം ബി അഡ്മിഷൻ 2025 കെമാറ്റിൻ്റെ റിസൾട്ട് വന്നു. എഗെയിൻ അഡ്മിറ്റ് കാർഡൊക്കെ സ്കോർ കാർഡ് എല്ലാവർക്കും ലഭ്യമായിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് ഈ വർഷത്തെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ലൈ ചെയ്യാൻ ചില കോളേജുകൾ ഗവൺമെൻറ് കോളേജ് സീറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ, എഗെയിൻ എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സുകൾ, എഗെയിൻ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. എം ബി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇതുവരെ റൈസ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളത്തിൽ എം ബി അഡ്മിഷന് വേണ്ടി 3 എക്സാംസ് കെമാറ്റ്, സിമാറ്റ്, കാറ്റ് ഇവ നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതേണ്ടതായിട്ടുണ്ട്. ഇതിൽ എല്ലാ എക്സാംസും ഈ സീസണിലേക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ലാസ്റ്റ് കുറച്ച് സീറ്റ്സുകൾ എക്സാം എൻട്രൻസ് ഇല്ലാണ്ടൊക്കെ ചില ഇടത്തൊക്കെ അഡ്മിറ്റ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിനാരിയോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിലവിലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഗവൺമെൻറ് അങ്ങനെ ഓർഡറൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് 3 എക്സാംസ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. എഗെയിൻ ഇതിൽ കാറ്റ്, സിമാറ്റ്, കെമാറ്റ്. എഗെയിൻ കെമാറ്റ് 2025 നിങ്ങളിപ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഈ വർഷം മാത്രമാണ്. 2025 അഡ്മിഷന് വേണ്ടി മാത്രമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. 2026 അഡ്മിഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ വർഷം ഒരു വർഷം വാലിഡിറ്റി എന്നുള്ള കണക്കൊന്നുമില്ല. 365 ദിവസം വാലിഡിറ്റി, ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. അപ്പം നിങ്ങൾ ഈ വർഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2025 അഡ്മിഷൻ, അത് 2025-27 ബാച്ചിലേക്ക് മാത്രമേ അഡ്മിഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കുക. എഗെയിൻ മറ്റ് ചില കാര്യങ്ങൾ, ഡിഗ്രി റിസൾട്ട് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. എൻട്രൻസ് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾ ഏത് കോളേജിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോളേജിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. എഗെയിൻ അവിടെയും ഒരു കേരളത്തിൽ ഓൾ കേരളയായിട്ടൊരു എം ബിക്ക് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നേരിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് അപ്ലൈ ചെയ്യുക. ഇനി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ അഡ്മിഷൻ ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസേൺ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ ഒക്കെ കോൺടാക്ട് നമ്പർ ഉണ്ടാകും. അവരെ വിളിച്ചിട്ട് ക്ലാരിഫൈ ചെയ്ത ശേഷം പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ സമ്മറി. ഓരോ കോളേജിനും ഓരോരോ ഫീസ് സ്ട്രക്ചറാണ്, ഫെസിലിറ്റീസ് വ്യത്യാസമുണ്ട്. എസ്പെഷ്യലി സെൽഫ് ഫിനാൻസിങ് കോളേജൊക്കെ ഗവൺമെൻറ് കോളേജുകളുടെയൊക്കെ അഡ്മിഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത സിറ്റുവേഷനാണ്. ഒരു തല്ലാതെ തന്നെ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടുണ്ട് മിക്ക സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് കോളേജിൽ ഇനി അപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സെൽഫ് ഫിനാൻസിങ് കോളേജസ് നോക്കി, പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് എം ബി കോളേജുണ്ട്. ഗവൺമെൻറ് സെക്ടറിലെ കോളേജുകൾ എം ബിക്ക് പൊതുവെ കുറവുമാണ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ല പ്ലേസ്മെൻറ്റ്സ് ഒക്കെയുള്ള ഒരുപാട് നല്ല സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം. സോ വിസിറ്റ് ദറ്റ് വെബ്സൈറ്റ്. ഇനിയിപ്പോൾ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൽ പറയാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളുടെ ബാക്ക് പേപ്പർ ക്ലിയർ ചെയ്യുന്ന ടൈമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ടൈമിനുള്ളിൽ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു ഓഗസ്റ്റ് 15 പറഞ്ഞു വിചാരിക്കുക. ഓഗസ്റ്റ് 15 നിങ്ങളുടെ റിസൾട്ട്, അതായത് ബാക്ക് പേപ്പർ ക്ലിയർ ചെയ്തിട്ടുള്ള ഫുൾ റിസൾട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നിങ്ങൾ അതാത് കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക. ഇനി കട്ട് ഓഫ് മാർക്കിൻ്റെ കാര്യങ്ങളോ, ഡിഗ്രിയുടെ മാർക്കിൻ്റെ കട്ട് ഓഫ് മാർക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ആ കോളേജിൽ വിളിക്കുകയാണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. കാരണം ഓരോ യൂണിവേഴ്സിറ്റിക്കും ചെറിയ ചെറിയ നോംസിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ട് പറയാനുള്ളൊരു ബുദ്ധിമുട്ടിനകത്തുണ്ട്. ആ കോളേജിൽ കൺസേൺ കോളേജിലെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. സോ അപ്ലൈ ഡയറക്ട്ലി ടു ദ കോളേജസ് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ചില ക്യാമ്പസുകൾ മെൻഷൻ ചെയ്യുന്നു. അഗെയിൻ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ചില കോളേജസ് കേരളത്തിൽ എല്ലാ വർഷവും ഡിമാൻഡുള്ള രാജഗിരി, സെയിൻറ്റ് ഗേറ്റ്സ്, മരിയൻ കോളേജ് കുട്ടിക്കാനം, ടിഖേം കൊല്ലം, SEMS കൊച്ചിൻ, ഫിംസ് ഫറൂഖ് കോളേജ് കോഴിക്കോട്, SB കോളേജ് ചങ്ങനാശ്ശേരി, ഈ കോളേജിലൊക്കെ തന്നെ എല്ലാ വർഷവും നല്ല ഡിമാൻഡ് വരുന്ന കോളേജുകളാണ്. ഫീസൊക്കെ വെരി ചെയ്യുന്നുണ്ടാവും പല കോളേജുകളിലും. അപ്പോൾ അതൊക്കെ തന്നെ കൺസേൺ അവിടുത്തെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സംസാരിച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ, ഇത് കൂടാണ്ട് നിരവധി കോളേജസും ഉണ്ട്. ഏതാനും ചില കോളേജസ് ലിസ്റ്റ് ചെയ്തത് മാത്രമാണ്. അവിടെയൊക്കെ സീറ്റ്സ് വേക്കൻസി ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഗവൺമെൻറ് കോളേജിലൊരു എല്ലായിടത്തും തന്നെ അഡ്മിഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത സിറ്റുവേഷനാണ്. അതല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഡെഡ് ലൈനെങ്കിലും കഴിഞ്ഞ സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോളേജുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. സോ വേറെയും കോളേജുകളുണ്ട്. ഓരോരുത്തരുടെ ഫീസ് ഫെസിലിറ്റി അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്പെസിഫിക് ആയിട്ടൊരു കോളേജിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ റിമാർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇതാണ് സിനാരിയോ. ഗവൺമെൻറ് കോളേജിൽ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രോസസ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെയിറ്റ് ചെയ്യുക.
ഫീസിൽ വ്യത്യാസം കാണാൻ സാധിക്കും. അതാണ് മെയിനായിട്ട് ഗവൺമെൻറ് കോളേജുകളുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി വിചാരിക്കുന്നു. അപ്ലൈ ഡയറക്റ്റ്ലി. ബാക്ക് പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് പേപ്പർ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എഗെയിൻ നിങ്ങൾ ബാക്ക് പേപ്പറിൻ്റെ എക്സാം എഴുതാൻ പോകുന്നുള്ളെങ്കിൽ ഇനിയിപ്പം ജൂലൈയിലോ ഓഗസ്റ്റിലൊക്കെ എക്സാം എഴുതാൻ പോകുന്നുള്ളൂവെങ്കിൽ റിസൾട്ട് വരാനായിട്ട് ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ 2025 അഡ്മിഷൻ ചിലപ്പോൾ പാടായിരിക്കും. 26ലേക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.